السلام عليكم ورحمة الله وبركاته. الحمد لله رب العالمين، والعاقبة للمتقين، ولا عدوان إلا على الظالمين، وصلى الله على نبينا محمد وآله وصحبه أجمعين. أما بعد، أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. يا أيها الذين آمنوا لا تقربوا الصلاة وأنتم سكارى حتى تعلموا ما تقولون ولا جنبا إلا عابري سبيل حتى تغتسلوا. പ്രിയമുള്ള സത്യവിശ്വാസികളെ, സഹോദരങ്ങളെ, അള്ളാഹുവിന്റെ വിധിവിലക്കുകൾ അംഗീകരിച്ചുകൊണ്ട് ജീവിതത്തെ തഖ്വയിൽ അധിഷ്ഠിതമായി ക്രമീകരിക്കുവാൻ ശ്രദ്ധിക്കണേ എന്ന് ആമുഖമായി ഉണർത്തുകയാണ്. കർമ്മ രംഗങ്ങളിൽ നാം പുലർത്തി പോരേണ്ടുന്ന പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയിൽ നിന്നും നാം മനസ്സിലാക്കിയിട്ടുള്ള ചര്യകളെ ജീവിതത്തിൽ പകർത്തേണ്ടുന്നത് വിശ്വാസിയുടെ ബാധ്യതയാണ് എന്നുള്ള നിലക്കാണ് ഏതൊരു വിഷയത്തെയും നമ്മൾ അഭിമുഖീകരിക്കുമ്പോൾ അതിനെ ഇസ്ലാമിന്റെ കാഴ്ചപ്പാടെന്ത്, എന്താണ് വിശുദ്ധ ഖുർആനും പ്രവാചക തിരുമേനി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നമുക്ക് കാണിച്ചു തന്ന മാതൃക, ആ വിഷയത്തിൽ അതിനെ പിൻപറ്റിക്കൊണ്ടാണ് നാം മുന്നോട്ട് പോവേണ്ടുന്നത്. ആ കാര്യങ്ങളാണ് നാം എല്ലാ രംഗത്തും പഠിച്ചുകൊണ്ടിരിക്കുന്നത്. നമ്മൾ കഴിഞ്ഞ ക്ലാസ്സുകളിലൊക്കെ പറഞ്ഞ് നാം മനസ്സിലാക്കി വന്ന വിഷയം വുദൂവുമായി ബന്ധപ്പെട്ടതും അതിന്റെ ഭാഗമെന്നോണം നമ്മുടെ സമൂഹത്തിൽ, നമ്മുടെ കുടുംബങ്ങളിൽ, വീടുകളിലൊക്കെ നാം കണ്ടുകൊണ്ടിരിക്കുന്ന സംശയപരമായിട്ടുള്ള കാര്യങ്ങൾ അത് ദൂരീകരിക്കുക എന്ന ആ ഒരു ഉദ്ദേശത്തോടു കൂടി നബിയുടെ അതുമായി ബന്ധപ്പെട്ട് വന്നിട്ടുള്ള വിഷയങ്ങളൊക്കെയാണ് നമ്മൾ മനസ്സിലാക്കി പോരുന്നത്. അപ്പോ വുളൂ നിർബന്ധമാണ് നമസ്കാരങ്ങൾക്ക് എന്ന് നാം പറയുകയുണ്ടായി. അതോടൊപ്പം തന്നെ സുന്നത്തായി അത് നിർവഹിക്കപ്പെടുന്ന സാഹചര്യങ്ങളെ കുറിച്ച് നമ്മൾ മനസ്സിലാക്കി. ഇനി കുളിയുമായി ബന്ധപ്പെട്ട വിഷയങ്ങൾ ചർച്ച ചെയ്യുമ്പോൾ നിർബന്ധമായി കുളിക്കേണ്ടതായ സന്ദർഭങ്ങളുണ്ട്. സുന്നത്തായി കുളിയെ പരിചയപ്പെടുത്തിയ പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഹദീസുകളും നമ്മുടെ മുമ്പിലുണ്ട്. ഏതായിരുന്നാലും എപ്പോഴാണ് കുളി എന്ന ശുദ്ധീകരണം ഒരു നിർബന്ധ സ്വരത്തിൽ അല്ലെങ്കിൽ നിർബന്ധമായ അവസ്ഥയിൽ അത് നമ്മിലേക്ക് കടന്നു വരുന്നത് എന്ന് പരിശോധിക്കുമ്പോൾ ഒന്നാമതായി ജനാബത്ത് സംഭവിക്കുക എന്നുള്ളതാണ്. ജനാബത്ത് എന്ന് പറയുമ്പോൾ സ്ഖലനം സംഭവിക്കലാണ്. ആ പദം തന്നെ അർത്ഥമാക്കുന്നത് വജ്നിബു എന്നാണ്. ജനബാന വിട്ടു നിൽക്കുക, നിസ്കാരത്തിൽ നിന്ന് വിട്ടു നിൽക്കുക, നോമ്പിൽ നിന്ന്, അല്ലെങ്കിൽ എന്താ പറയാ, ആ നിലക്ക് അതിൽ നിന്ന് വിട്ടു നിൽക്കുന്നതിനെയാണ് ഈ പദം കൊണ്ട് തന്നെ അർത്ഥമാക്കുന്നത്. അപ്പൊ ജനാബത്തുകാരനായാൽ കുളി നിർബന്ധമാണ് എന്നതാണ് പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഹദീസുകളിൽ നിന്നും വിശുദ്ധ ഖുർആനിന്റെ ആയത്തുകളിൽ നിന്നും നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. ഭാര്യാഭർത്തൃ ബന്ധം എന്നതിൽ കവിഞ്ഞ് ജനാബത്താവുക എന്ന് പറഞ്ഞാൽ ഈ ബന്ധത്തിലൂടെ മാത്രമല്ല എന്ന് നമുക്കറിയാം, സ്ഖലനം സംഭവിക്കലാണ്. യാ അയ്യുഹല്ലദീന ആമനു, വിശ്വാസികളെ വിളിച്ചുകൊണ്ട് അല്ലാഹു പറയുന്നുണ്ട്, ലാ തഖറബുസ് സ്വലാ, നിങ്ങൾ നിസ്കാരത്തെ സമീപിക്കാൻ പാടില്ല എന്ന് പറഞ്ഞിട്ട് അതിലെ ചില വസ്തുതകൾ ഇങ്ങനെ പറയുന്നുണ്ട്. വഅൻതും സുകാറ, നിങ്ങൾ ലഹരി ബാധിതരായി നിസ്കാരത്തെ സമീപിക്കരുത്. നിങ്ങൾ എന്താ ഹത്താ തഖൂലു മാ തഖൂലു ഹത്താ ലാ തഖറബുസ് സ്വലാത്ത വഅൻതും സുകാറ ഹത്താ തഅലമു മാ തഖൂലു, നിങ്ങൾ പറയുന്നത് നിങ്ങൾക്ക് തന്നെ ഒരു ബോധ്യവും ഉണ്ടാവണം. അതില്ലാതെ മത്തുപിടിച്ച നിലയിൽ ലഹരി ബാധിതരായി നിങ്ങൾ നിസ്കാരത്തെ സമീപിക്കരുത്. അങ്ങനെ ഒരു സാഹചര്യം മുമ്പുണ്ടായിരുന്നു. ഇസ്ലാമിലേക്ക് കടന്നു വന്നിട്ടുള്ള, എന്നാൽ മദ്യാസക്തിയിൽ, മദ്യലഹരിയിൽ രമിച്ചിരുന്ന അല്ലെങ്കിൽ അതിൽ വിരാജിച്ചിരുന്ന ആളുകൾ നിസ്കാരത്തിന് വരുമായിരുന്നു. നമുക്കറിയാം, മദ്യം ഒഴിവാക്കപ്പെടുന്ന അല്ലെങ്കിൽ അതിന് നിർത്തലാക്കുന്നത് 3 ഘട്ടങ്ങളിലായിട്ടാണ്.
കാരണം അറബികളുമായിട്ട് ജാഹിലിയ കാലഘട്ടത്തിൽ അവരുമായി വല്ലാതെ അഡിക്റ്റ് ആയിട്ടുള്ള ഒന്നായിരുന്നു മദ്യം. അതുകൊണ്ട് തന്നെ അത് ഒറ്റയടിക്ക് അവരിൽ നിന്ന് മാറ്റാൻ വേണ്ടി പറയുക എന്നുള്ളത് പ്രായോഗികമല്ലാത്തത് കൊണ്ട് തന്നെ ഘട്ടം ഘട്ടമായിക്കൊണ്ടാണ് മദ്യത്തെ ഇസ്ലാം നിരോധിക്കുന്നത്. അപ്പൊ അവര് മദ്യപാനികളായി നിസ്കരിക്കാൻ വന്നിരുന്നു. അപ്പൊ ആ ഒരു രണ്ടാമത്തെ ഘട്ടമാണെന്ന് തോന്നുന്നു. യാ അയ്യുഹല്ലദീന ആമനു, വിശ്വാസികളെ, ലാ തഖറബുസ് സ്വലാ, നിങ്ങൾ നിസ്കാരത്തെ സമീപിക്കരുത്. എങ്ങനെ? വഅൻതും സുക്കാറ, നിങ്ങൾ മദ്യലഹരിയിലോ അല്ലെങ്കിൽ ലഹരി ബാധിതരായി. ഹത്താ തഖൂലു ഹത്താ തഅലമു മാ തഖൂലൂൻ, നിങ്ങൾ പറയുന്നത് നിങ്ങൾക്ക് തന്നെ തിരിയണം. നിസ്കാരത്തിൽ വന്നിട്ട് ഇങ്ങനെ മദ്യലഹരിയിൽ വന്നിട്ട് യാതൊരു ലക്കും ലഗാനും ഇല്ലാതെ ആ ഒരു സാഹചര്യം ഇനി ഉണ്ടാവരുത് എന്ന് അല്ലാഹു തആല വിശുദ്ധ ഖുർആൻ പറയും. അതിന് തൊട്ട് ശേഷം പറയുന്നുണ്ട്, വഅൻതും സുകാറ ഹത്താ തഅലമു മാ തഖൂലൂൻ വലാ ജുനുബൻ, നിങ്ങൾ ജനാബത്തുകാരായിട്ടും നിസ്കാരത്തെ സമീപിക്കരുത്. ഹത്താ തഗ്തസിലു, നിങ്ങൾ കുളിക്കും വരെ. അപ്പോൾ കുളി നിർബന്ധമാണ് എന്ന് വിശുദ്ധ ഖുർആനിലൂടെ തന്നെ നമുക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞു എന്നുള്ളതാണ്. അതുപോലെ തന്നെയാണ് സ്വപ്നസ്ഖലനം. എന്ത് സംഭവിച്ചാലും, സ്ത്രീകളാണെങ്കിലും പുരുഷന്മാരാണെങ്കിലും, സ്ത്രീകൾക്ക് അങ്ങനെ ഉണ്ടാവോ എന്നും പിന്നെ ഒരു സ്വഹാബ വനിത നബിയോട് ചോദിക്കുന്നുണ്ട്. അപ്പോ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അങ്ങനെ അതിന്റെ അടയാളങ്ങൾ കണ്ടു കഴിഞ്ഞാൽ, അങ്ങനെ സംഭവിച്ചതായി നിങ്ങൾക്ക് ബോധ്യപ്പെട്ടാൽ നിങ്ങൾ കുളിക്കണം എന്ന് പറയുന്ന ഹദീസും അഭിഷേകമായി വന്നിട്ടുണ്ട്. ഏതായിരുന്നാലും ഈ വിഷയത്തിൽ അപ്പോ ഇങ്ങനെ ജനാബത്തുകാരനായാൽ കുളി നിർബന്ധമാണ്. അപ്പൊ കുളി നിർബന്ധമാകുന്ന ഒന്നാമത്തെ ഘട്ടം അത്. മറ്റൊന്ന് ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെടലാണ്. ഭാര്യയുമായുള്ള ശാരീരിക ബന്ധമാണ്. അത് സ്ഖലനം സംഭവിച്ചാലും ഇല്ലെങ്കിലും കുളി നിർബന്ധമാണ്. ആളുകൾക്ക് ഈ വിഷയകമായി സംശയം ഉണ്ടാവാം, മടി കാരണം മറ്റൊക്കെ ചോദിക്കാതെ വരികയും ചെയ്യാറുണ്ട്. നമ്മൾ മനസ്സിലാക്കേണ്ടത്, ഏത് ഇസ്ലാമികമായ ഒരു കാര്യം നമ്മൾ അത് മടി കാണിച്ചു ഒരാൾ ചോദിക്കാതിരിക്കുക എന്നുള്ളതാണ് ഏറ്റവും വലിയ അപകടം. അതുകൊണ്ടാണ് തെറ്റിദ്ധാരണകളും അപക്വമായ പല കാര്യങ്ങളും നമ്മൾ ജീവിതത്തിൽ ഇങ്ങനെ തുടർന്നു പോരുന്നത്. ചോദിക്കൂല, മടിയാണ്. സ്വഹാബ വനിതകൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് ചോദിച്ചിരുന്നു. ഇനി അവർക്ക് മടിയുണ്ടെങ്കിൽ ആയിഷ ബീവിയുടെ ഒരു കാര്യം പറഞ്ഞിട്ട് നബിയിൽ നിന്ന് അതിന്റെ ഫത്വയും അതിന്റെ വിവരണവും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അവർക്ക് നൽകിയിരുന്നു എന്ന് നമുക്ക് കാണാൻ കഴിയും. അപ്പോ ഈ വിഷയത്തിലൊന്നും മടി ഉണ്ടാവരുത് എന്നുള്ളതാണ് ഒരു പ്രധാന വിഷയം. അപ്പോ സ്ഖലനം സംഭവിച്ചാലും ഇല്ലെങ്കിലും ഭാര്യയുമായി ഈ ബന്ധത്തിൽ ഏർപ്പെട്ട് കഴിഞ്ഞാൽ അവിടെ കുളി നിർബന്ധമായി. നബി ഹുറൈറത റളിയല്ലാഹു അൻഹു അനി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഖാല, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഇദാ ജലസ ബൈന ശുഅബിഹൽ അർബഅ, എന്ന് പറഞ്ഞാൽ അങ്ങനെ ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെടുകയാണ്. സുമ്മ ജഹദഹ, പിന്നെ ഫഖദ് വജബ അലൈഹിൽ ഗുസ്ലു, അവനിൽ കുളി നിർബന്ധമായി. വഇല്ലം യുൻസിൽ, ഇൻസാൽ സംഭവിച്ചില്ല എങ്കിലും, സ്ഖലനം സംഭവിച്ചിട്ടില്ലെങ്കിലും കുളി നിർബന്ധമായി എന്ന് പറയുന്ന സ്വഹീഹായ ഹദീസ്. മൂന്നാമത്തെ കുളി നിർബന്ധമാകുന്ന ഘട്ടം ആർത്തവമാണ്. നമുക്കറിയാം, ഹൈലുമായി ബന്ധപ്പെട്ട വിഷയം. അത് നമ്മൾ കൂടുതൽ വിശദീകരിക്കുന്നില്ല. എന്നാൽ കൂട്ടത്തിൽ നമ്മൾ മനസ്സിലാക്കുക, ആർത്തവകാരികളുമായുള്ള ശാരീരിക ബന്ധത്തെ നമുക്കറിയാം അത് പാടില്ലാത്തതാണ് എന്ന് നമ്മൾ മനസ്സിലാക്കിയതാണ്. വിശുദ്ധ ഖുർആൻ പറഞ്ഞു, വലാ തഖറബൂഹുന്ന, അല്ലേ, യസ്അലൂനക അനിൽ മഹീദ്, അവർ ഹൈലിനെ പറ്റി ചോദിക്കുകയാണ്. ഖുൽ, നബിയെ പറയണം, ഹുവ അദം ഫഅതസിലു നിസാ ഫിൽ മഹീദ്, അതൊരു മ്ലേച്ഛകരമായ ഒരു സന്ദർഭമാണ്, സാഹചര്യമാണ്. അതുകൊണ്ട് സ്ത്രീകളിൽ നിന്ന് നിങ്ങൾ വിട്ട് നിൽക്കണം എന്ന് പറഞ്ഞാൽ ശാരീരിക ബന്ധത്തിൽ നിന്ന് മാറി നിൽക്കണം. അല്ലാതെ സ്ത്രീകളെ അവളുടെ വീട്ടിൽ കൊണ്ടാക്കുക, പല സമൂഹത്തിലും അങ്ങനെ ഉണ്ട്. ഇങ്ങനെ വരുമ്പോ മാറ്റിക്കിടത്തുക, അല്ലെങ്കിൽ റൂം വിട്ട് ഒഴിവാവുക, അങ്ങനൊന്നും ഇസ്ലാം പഠിപ്പിച്ചിട്ടില്ല. ആ ശാരീരിക ബന്ധത്തിൽ നിന്ന് നിങ്ങൾ മാറി നിൽക്കണം എന്നുള്ളതാണ്. മാത്രമല്ല, ഒരു ഹദീസിൽ കാണാം, ഇസ്നഉ കുല്ല ശൈഇൻ ഇല്ലൽ ജിമാ, ജിമാ ഒഴികെ നിങ്ങൾക്ക് സ്ത്രീകളുമായിട്ടുള്ള അടുപ്പം കാണിക്കാം, ജിമാ പാടില്ല, ലൈംഗിക ബന്ധം പാടില്ല എന്ന്. ഇനി അങ്ങനെ സംഭവിച്ചു പോയാലോ, ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെട്ടാൽ, ആർത്തവകാരികളുമായി അങ്ങനെ സംഭവിച്ചാൽ അതിന് പ്രായശ്ചിത്തം നൽകൽ അനിവാര്യമാണ്. ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹുമയിൽ നിന്ന് ഉദ്ധരിക്കുന്ന ഹദീസാണ്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഫിൽ ലദി യതി ഇംറഅതുഹു വഹിയ ഹായിദ്,
ഹായിദായ പെണ്ണുമായിട്ട് ശാരീരിക ബന്ധത്തിൽ ഏർപ്പെട്ടാൽ യതസദ്ദഖു ബിദീനാരിൻ ഔ ബിനിസ്ഫി ദീനാർ, ഒരു ദീനാറോ അര ദീനാറോ അവരെന്ത് ചെയ്യണം? ദാനം കൊടുക്കണം എന്നുള്ളതാണ്. അവസാനമായി എങ്ങനെയാണ് ഇനി ജനാബത്തുകാരനായാൽ കുളിക്കേണ്ട രൂപം നമുക്ക് അറിയാവുന്നതാണെങ്കിൽ കൂടി എന്തെങ്കിലും തെറ്റിദ്ധാരണകളോ അവ്യക്തതകളോ ആ വിഷയത്തിൽ ഉണ്ടെങ്കിൽ ദൂരീകരിക്കാൻ വേണ്ടി ആയിഷ റളിയല്ലാഹു അൻഹ അവരിൽ നിന്നും ഉദ്ധരിക്കുന്ന നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയിൽ നിന്ന് റിപ്പോർട്ട് ചെയ്യുന്ന ഹദീസ്, കാന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഇദാ ഗതസല മിനൽ ജനാബ, ജനാബത്തിൽ നിന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം കുളിക്കുകയാണെങ്കിൽ എങ്ങനെയായിരുന്നു കുളിച്ചിരുന്നത്? ഗസല യദൈഹി, ആദ്യം രണ്ട് കൈകളൊന്ന് കഴുകും. പാത്രത്തിലോ ബക്കറ്റിലോ ഒക്കെ വെള്ളം മുക്കുന്നതിന് മുമ്പ്, കൈയിടുന്നതിന് മുമ്പ് കപ്പിൽ വെള്ളം എടുത്തിട്ട് മറ്റൊക്കെ ഇടത് കൈ കഴുകി വൃത്തിയാക്കി പിന്നെ ഗുഹ്യാവയവങ്ങൾ കഴുകിയിരുന്നു, അത് വൃത്തിയാക്കിയിട്ട് പിന്നെ എന്ത് ചെയ്യുമായിരുന്നു? നിസ്കാരത്തിന് വുളു ഉണ്ടാക്കുന്നത് പോലെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വുളു ഉണ്ടാക്കും. എന്നിട്ട് സുമ്മ ഗതസല, എന്നിട്ട് കുളിക്കും. എങ്ങനെ? സുമ്മ യുഖല്ലിലു ബിയദിഹി ശഅറഹു, മുടിയിൽ അതൊക്കെ ചിക്കകത്തി അല്ലെങ്കിൽ അതിന്റെ ഉള്ളുകളിലേക്ക് വരെയൊക്കെ വെച്ചുകൊണ്ട് അങ്ങനെ എല്ലാ ഭാഗം നനയുന്ന രൂപത്തിൽ. ഹത്താ ഇദാ ളന്ന അന്നഹു ഖദ് അർവാ ബശറതുഹു അഫാദ അലൈഹി അൽമാഅ സലാസ മറാത്തിൻ, അങ്ങനെ ആദ്യം മുടി ഒക്കെ തലമുടികളൊക്കെ വളരെ വൃത്തിയായിട്ട് അല്ലെങ്കിൽ എല്ലായിടത്തും വെള്ളം നനഞ്ഞു, തലയോട്ടിയിലും മുടികളിലൊക്കെ വെള്ളം നനഞ്ഞിട്ടുണ്ട് എന്ന് ഉറപ്പുവരുത്തിയിട്ട് അഫാദ അലൈഹി അൽമാഅ സലാസ മറാത്ത്, 3 തവണ തലയിലൂടെ വെള്ളമൊഴിക്കും. സുമ്മ ഗസല സായിറ ജസദിഹി, ബാക്കി ശരീരഭാഗങ്ങൾ കഴുകും എന്നുള്ളതാണ്. ഇവിടെ മറ്റൊരു ഹദീസിൽ വന്നിട്ടുള്ളത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വുദൂന്റെ എല്ലാ രൂപങ്ങളും കാലൊഴികെ, കാലുകഴുകള് കുളിക്ക് ശേഷം പിന്തിച്ചു വെച്ചിരുന്നു എന്ന് സ്വഹീഹായ ഹദീസിൽ നമുക്ക് കാണാൻ കഴിയും. അപ്പൊ വുദൂ ഉണ്ടാക്കി കൈയൊക്കെ വൃത്തിയാക്കി പിന്നെ ഗുഹ്യാവയവങ്ങൾ കഴുകി വുദൂണ്ടാക്കി ഉതൊക്കെ ഉണ്ടാക്കിയതിനു ശേഷം നമ്മൾ ആദ്യം ചെയ്യേണ്ടത് മുടിയൊക്കെ ഉള്ള കൂടുതലുള്ള ആളുകളാണെങ്കിൽ അതൊക്കെ ഉള്ളിലൊക്കെ വെള്ളം നനയുന്ന രൂപത്തിൽ എന്ന് പറഞ്ഞാൽ ശരീരത്തിന്റെ സകല ഭാഗങ്ങൾ നനഞ്ഞു എന്ന് ഉറപ്പുവരുത്തലാണ്. എന്നിട്ട് 3 പ്രാവശ്യം തലയിലൂടെ വെള്ളമൊഴിച്ചു, ശരീരത്തിന്റെ വലതുഭാഗത്ത് ആദ്യം ഒഴിച്ച് അങ്ങനെ ഇടതുഭാഗത്തും, അങ്ങനെ ഒരു പരിപൂർണമായിട്ടുള്ള ഒരു കുളി. എന്നിട്ട് അവസാനത്തേക്ക് കാല് കഴുകുന്നതിനെ മാറ്റിവെച്ചു എന്ന ഹദീസ് നമുക്ക് കാണാൻ കഴിയും. അങ്ങനെ വളരെ വൃത്തിയായി അതിൽ നിന്ന് ജനാബത്തിൽ നിന്ന് ഈ പിന്നെ വൃത്തിയാവുക എന്ന് പറഞ്ഞാൽ നിർബന്ധമായ കുളിയുടെ സാഹചര്യവും അതിന്റെ കൈഫിയത്ത് രൂപം ഇങ്ങനെയാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പി നമ്മൾ മനസ്സിലാക്കുന്നത്. ഏതായിരുന്നാലും അല്ലാഹു സുബ്ഹാനഹു വ തആല കാര്യങ്ങൾ കൂടുതൽ പഠിക്കാനും ജീവിതത്തിൽ പ്രാവർത്തികമാക്കാനും അല്ലാഹു നമുക്ക് ഏവർക്കും തൗഫീഖ് പ്രദാനം ചെയ്ത് അനുഗ്രഹിക്കുമാറാവട്ടെ. റബ്ബനാ ആതിനാ ഫിദ് ദുനിയ ഹസന വഫിൽ ആഖിറതി ഹസനത വഖിനാ അദാബന്നാർ. റബ്ബനാ തഖബ്ബൽ മിന്നാ ഇന്നക അൻതസ് സമീഉൽ അലീം വതുബ് അലൈനാ ഇന്നക അൻത തവ്വാബുർ റഹീം. വആഖിറു ദഅവാനാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.